ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നല്ല ഈ മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണല്ലേ ഈ മഴയത്ത്. എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, മഴയൊക്കെ പെയ്ത് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മുടെ ചീരത്തൈകളൊക്കെ ഒരുവിധമൊക്കെ വലുതായി വന്നിട്ടുണ്ട്. നമ്മുടെ ഭാരതപ്പുഴയിലൊക്കെ ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഫുള്ള് മഴ തന്നെ ആവുമെന്നാണ് കേട്ടോ പറയണത്. നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലൊന്നും സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മാമൻ്റെ മക്കളും എല്ലാവർക്കും ഒന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ട്, അമ്മയ്ക്കൊന്ന് ലീവായിരുന്നു. പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശയ്ക്കുള്ള ഉരുളൻകിഴങ്ങ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ, ഉരുളൻകിഴങ്ങ് കറി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ദോശയ്ക്ക് ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഇതാ ദോശമാവൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ആമിയാണ് സത്യം പറഞ്ഞാൽ എന്നെ എണീപ്പിച്ചത്. നല്ല മഴയുണ്ട്, പെണ്ണിന് കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ മതി, എനിക്കും കിടന്നുറങ്ങായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയില്ല, 4 ദിവസമായിട്ട് തീരെ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. വീണ്ടും എനിക്ക് തിരിയുന്നില്ല. അവൾ എന്ത് കഴിച്ചാലും എന്ത് കൊടുത്താലും കഴിക്കുന്നില്ല, ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിത് അപ്പോൾ റസ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ റസ്ക് മേടിക്കാൻ വേണ്ടി അമ്മാമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കിണറ്റിലേക്ക് എത്തിച്ച് നോക്കിയപ്പോൾ നോക്ക് ഗൈസ്, നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊന്നല്ല കേട്ടോ, നമുക്കിങ്ങനെ കൈ എത്തുന്ന രീതിയിൽ വെള്ളം, അത്രയും വെള്ളം നിറയാറുണ്ട് കേട്ടോ. പിന്നെ അത് അമ്മമ്മ റസ്കൊക്കെ എടുത്തൊന്നും കറണ്ടില്ല. രാവിലെ പോയതാണ് കറണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ, പിറ്റേ ദിവസം കറണ്ട് പോകുന്നത്. കാരണം ഞങ്ങൾ രാവിലെ തന്നെ ഫോണൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ തീരെ ചാർജ് ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോണൊക്കെ കുത്തി വെച്ച് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഏട്ടൻ അവിടെയാണല്ലോ, ഓങ്ങല്ലൂരാണല്ലോ, അവിടെ നല്ല മഴയാണെന്നൊക്കെ ഏട്ടാ പറയണേ. അപ്പോൾ ഞാനിതാ ഫുള്ള് വെള്ളമാണല്ലോ, അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ നരങ്ങി പോവാണ്. കാരണം അല്ലെങ്കിൽ ഒന്ന് തെറ്റിക്കാൻ പതക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വീഴും. പിന്നെ എന്താ ആമി മഴ പണ്ടിങ്ങനെ മഴേനെ തൊടണ പോലെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അവള് മഴേനെ ഏന്തി പിടിച്ചിട്ട് തൊടണ പോലെ കാണിക്കുകയാണ്. പിന്നെ അവിടെ ബക്കറ്റ് ഇരിക്കുന്നുണ്ടോ, അവിടെ ബക്കറ്റിലെ വെള്ളത്തിൽ കളിക്കലാണ് കേട്ടോ അവളുടെ മെയിൻ പരിപാടി. അപ്പം അത് കാരണം ഒരു ബക്കറ്റിൻ്റെ മേലെ മറ്റേ ബക്കറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവളെ ഉറപ്പായിട്ടും വെള്ളത്തിൽ കളിച്ചിട്ട് അമ്മ ഡ്രസ്സ് മൊത്തം നനച്ച് പിണ്ടിയാക്കും. ആമിയുടെ ചില അപശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കാട്ടോ, ഒന്ന് ക്ഷമിക്കണേ. കാരണം ആമി ഉറങ്ങുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ അത് കാരണം റെക്കോർഡ് ചെയ്യാനും നമുക്ക് പറ്റാറില്ല. അപ്പോൾ ആമി ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഒട്ടുമിക്കത് റെക്കോർഡ് ചെയ്യൽ. അപ്പം നിങ്ങൾക്ക് മോളുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിൽ നല്ലോണം ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അമ്മാമ്മ ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴേ ചക്ക വരട്ടി കിട്ടാറില്ല. അപ്പോൾ അമ്മ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കേണ്ടായി. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയിൽ ഇങ്ങനെ ചക്ക വരട്ടി തേച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ജാമ് തേച്ച പോലെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ആമിക്ക് ഇഷ്ടമായി. ആമി ഒരു വായ കഴിച്ചു, അമ്മയ്ക്കും ഒരു കടി ഞാൻ കൊടുത്തു. പിന്നെ ബാക്കി മൊത്തം ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവർ കണ്ടിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ ചക്ക വരട്ടി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആമി ഞങ്ങൾക്ക് വിളമ്പി തരുന്നുണ്ട് കേട്ടോ. ആമി കറിയൊക്കെ ഞങ്ങൾക്ക് വിളമ്പി തരുന്നുണ്ട്. ദുദുവിൻ്റെ അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് പുട്ടല്ല ചപ്പാത്തിയും കടലക്കറി ആയിരുന്നു. അപ്പം അത് കാരണം അവൾക്ക് ദോശ മതി കണ്ട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കുട്ടി ഇല്ലുമിനാട്ടി കളിക്ക്, ഇല്ലുമിനാട്ടി. ഞാനെന്നെ ഞങ്ങൾ കൊടുക്കുമ്പോ ഇല്ലുമിനാട്ടി കളിക്കുക. പാട്ട് വെച്ചപ്പോഴേ ഇരിക്കണ ആളുടെ കാലെടുത്തിട്ട് ഇങ്ങനെ 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 കാണിക്ക. ചീഞ്ചട്ടി വെക്കാടെ, ചീഞ്ചട്ടി വെക്കാ, ചീഞ്ചട്ടി വെക്കാടെ, ചീഞ്ചട്ടി വെക്കട്ടെ, ചീഞ്ചട്ടി വെക്കേ, ചീഞ്ചട്ടി വെക്ക, വെക്കേ,
വെരി ഗുഡ്. ഗുഡ് ഗേൾ ആണ് നമ്മുടെ മോള്. കണ്ട അപ്പോൾ നമ്മുടെ കർക്കിടകമൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വല്ലാണ്ട് മുട്ടയും മീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അമ്മ കൂന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് പാൽക്കൂനാണ്. അപ്പോൾ അതന്ന് കറി വെക്കണേ. അപ്പോൾ ഞാനിത് ആമിക്ക് പൊട്ടും പിരികൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആമിയുടെ റൊട്ടീനൊക്കെ ഒരു വിധം അങ്ങോട്ട് താറുമാറാവും. കാരണം കളി കൂടിക്കഴിഞ്ഞ് ഇവൾക്ക് ഉറങ്ങൂല്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഫുള്ള് കളി കളി കളി. പ്രത്യേകിച്ച് മാമൻ്റെ മക്കൾ വന്ന പിന്നെ ഒന്നും പറയും വേണ്ട. ഞാനും ആമി മാത്രമേ ഉള്ളൂ വെച്ചാൽ അമ്മയൊക്കെ ജോലിക്ക് പോയി, ഏട്ടനും ജോലിക്ക് പോയി, ഞാനും ആമി മാത്രമേ ഉള്ളൂ വെച്ചാൽ അവൾക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവൾ ആകെ ഫുള്ള് ത്രില്ലിലായിരിക്കും. അവരുടെ കൂടെ കളിക്കുക, പിടിക്കുക, അതൊക്കെ തന്നെയാണ് അവളുടെ പണി. പിന്നെ ഇതാ ആമിക്ക് ഇന്ന് തല നനപ്പിച്ച് കുളിപ്പിച്ചു കേട്ടോ. കർക്കിടകമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ തീരെ വെയ്ക്കുന്നുണ്ടായിരുന്നില്ല, തലവേദനയും ഒക്കെ എടുത്തിട്ട് ഞാൻ കുളിക്കാൻ തന്നെ 10 മണി 10:30 ആയിട്ടാണ്. അപ്പോൾ ആമീനെയൊക്കെ നേരത്തെ കുളിപ്പിച്ചൊരു 9:00 നേരത്തെ എന്ന് പറയാൻ പറ്റില്ല, നല്ല മഴയല്ലേ. ഈ മഴയത്ത് മക്കളെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക മടിയുള്ള കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം വൈകിട്ട് അവളെ കുളിപ്പിച്ചത്. അവൾ കുഞ്ഞിലൊക്കെ ഉണ്ടല്ലോ, അമ്മ ജോലിക്ക് പോണതിന് മുന്നേ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ എണീപ്പിച്ചിട്ട് അവളെ കുളിപ്പിക്കലുണ്ട്. ഒരു 6:45 7 മണി ആകുമ്പോഴത്തേന് കുളിച്ച് സുന്ദരി കുട്ടിയായി കണ്ണ് പിരിങ്ങനൊക്കെ എഴുതിയിട്ട് അങ്ങനെ അവൾ കിടത്തി ഉറക്കും. പിന്നെ അവളൊരു 9 മണി 10 മണി ആകുമ്പോഴാണ് പിന്നെ അവൾ എണീക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. നേരത്തെ എണീറ്റ് കുളിച്ച് സുന്ദരി കുട്ടി ആവണ ഒരു കുട്ടിയായിരുന്നു എൻ്റെ കുട്ടി. പക്ഷെ ഇപ്പോൾ അവളുടെ റൊട്ടീനൊക്കെ ആകെ മാറി. ഇപ്പോൾ അവളൊരു 9:30 10 മണിയൊക്കെ ആവും ഇപ്പോൾ അവൾ കുളിക്കാൻ വേണ്ടിയിട്ട്. വലുതാവും തോറും എന്താ പറയുക ശീലങ്ങളൊക്കെ മാറി വരികയാണ്. സത്യം പറഞ്ഞാൽ ചുട്ടയിൽ ശീലങ്ങൾ ചുടല വരെ എന്നല്ലേ പറയാം. പക്ഷെ ഇവളുടെ ശീലങ്ങളൊക്കെ എന്താ പറയുക ഓരോ ദിവസം ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ എണീപ്പിച്ച് കുളിപ്പിക്കുക പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി വലുതായല്ലോ. പിന്നെ അവളുടെ ഇഷ്ടത്തിന് അങ്ങ് ഞാൻ വിടുകയാണ്. അവൾക്ക് കുളിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഉളുളു 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 എന്ന് പറയും അവൾ. ആ സമയത്താണ് ഞാൻ കുളിപ്പിക്കാറുള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കണ്ണ അപ്പോൾ പോയാ കൊട്ട് പോയിട്ട് ഓ. അപ്പോൾ ഇതാ അവിടെ കൂൺകറിയൊക്കെ ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ വെക്കുക. ആദ്യമൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഒരുപാട് കൂനും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഒരു ചാക്ക് കൂനൊക്കെ കിട്ടുമായിരുന്നു നമുക്ക്. ആ സമയത്ത് നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കല്. അത് സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ മേടിക്കണ കൂനിനൊന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ടാവണ കൂനി കഴിക്കുന്നതിന് ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ കൂനില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല ആമി ഉളുളു ഉളു പറയണത് അവൾ കുളിക്കാനാണ് അവൾ ഉളുളു ഉളു എന്ന് പറയണത് കേട്ടാ. ഒരു 9:30 ആകുമ്പോൾ അവൾ പറഞ്ഞു തുടങ്ങും ഉളുളു ഉളു. അപ്പം ഞാൻ അങ്ങനെ കുളിപ്പിക്കുകയാണ് ചെയ്യില്ല. അല്ലെങ്കിൽ അവൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ സമയത്ത് കുളിപ്പിക്കലുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പൊ എന്റെ കുളിയും കഴിഞ്ഞ് അവളുടെ കുറുമ്പത്തിലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ടിങ്ങനെ കണ്ടില്ലേ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തന്നെ ഒരു 12:30 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ പറയുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. രാവിലെ എണീച്ചു, പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, കളിച്ചു, ചിരിച്ചു, കുളിച്ചു, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ മാത്രമേ ഇന്ന് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ദാമിത എൻ്റെ കമ്മൽ പിടിച്ച് വലിക്കണം. അവൾക്ക് ജിമിക്ക ഭയങ്കര ഇഷ്ടമാണ്. അത് പിടിച്ച് വലിക്കണ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.